കേരള രാഷ്ട്രീയത്തിൽ സജീവ ചർച്ചയായി പാലക്കാട് നിൽക്കുകയാണ്. ബിജെപി വിട്ട് കോൺഗ്രസിൽ ചേർന്നതിന് പിന്നാലെ യുഡിഎഫ് സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിനായി പ്രചാരണത്തിൽ സന്ദീപ് വാര്യർ സജീവമായി കഴിഞ്ഞു. യുഡിവൈഎഫിന്റെ റോഡ് ഷോയായിരുന്നു സന്ദീപിന്റെ ആദ്യ പൊതുപരിപാടി. ഇന്ന് രാവിലെ പാലക്കാട്ട് കോൺഗ്രസ് ഓഫീസിൽ നടന്ന ചടങ്ങിലാണ് കെപിസിസി പ്രസിഡന്റ് കെ സുധാകരനും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും ഷാളണിയിച്ച് സന്ദീപിനെ പാർട്ടിയിലേക്ക് സ്വീകരിച്ചത്. മറുവശത്ത് സി കൃഷ്ണകുമാറിനായി സ്ത്രീ ശക്തി റാലി നടത്തി എൻഡിഎയും ശക്തി തെളിയിച്ചു. താരേക്കാട് മോയൻ സ്കൂൾ ഗ്രൌണ്ട് പരിസരത്ത് നിന്ന് കോട്ട മൈതാനത്തേക്കായിരുന്നു ബിജെപി വനിതാ നേതാക്കളുടെ റാലി. അൽ അമീൻ ചേരുന്നു പാലക്കാട്ട് നിന്ന്. അൽ അമീൻ, ശക്തി പ്രകടനത്തിലേക്ക് കടന്നിരിക്കുകയാണ്. 4 ദിവസം മാത്രമകലെ തെരഞ്ഞെടുപ്പാണ്. പാലക്കാട്ടെ ഇപ്പോഴത്തെ രാഷ്ട്രീയ കാലാവസ്ഥ എങ്ങനെ? ശക്തി പ്രകടനം കഴിഞ്ഞ യുഡിഎഫ് പ്രവർത്തകർ വലിയ വൈബിലേക്ക് പോകുന്ന ഒരു കാഴ്ചയാണ്. യുഡിവൈഎഫിന്റെ റോഡ് ഷോയ്ക്ക് ശേഷം ഇപ്പോൾ കോട്ട മൈതാനിയിൽ ഒരു സംഗീത നിശ, മ്യൂസിക്കൽ നൈറ്റ് നടക്കുകയാണ്. സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിലുണ്ട്, ഒപ്പം യുഡിവൈഎഫിന്റെ നേതാക്കളുണ്ട്, സന്ദീപ് വാര്യരുണ്ട്. വലിയ പ്രവർത്തകരുടെ പങ്കാളിത്തവും നമുക്ക് കാണാം. അങ്ങനെ യുഡിഎഫ് ക്യാമ്പിന് വല്ലാത്ത ആവേശം പകരാൻ സന്ദീപ് വാര്യരുടെ കടന്നുവരവ് സഹായിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് നേതാക്കൾ ഒന്നടങ്കം വിലയിരുത്തുന്നത്. നേതാക്കളോടൊക്കെ സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിജയം യുഡിഎഫ് ഉറപ്പിച്ചു കഴിഞ്ഞതാണ്. പക്ഷേ ഭൂരിപക്ഷത്തിന്റെ കാര്യത്തിൽ മാത്രമാണ് സംശയമുണ്ടായിരുന്നത്. അത് പുതുപ്പള്ളിയിൽ പറഞ്ഞതുപോലെ റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വിജയിച്ചു വരുമെന്നൊരു പ്രഖ്യാപനം കൂടി നേതാക്കൾ നടത്തുകയും ചെയ്തു. ബിജെപിയിൽ നിന്ന് പിണങ്ങി പുറത്തേക്ക് പോകുന്നു എന്നുള്ള സൂചനകൾ നൽകി സന്ദീപ് വാര്യർ മുന്നോട്ട് പോയപ്പോൾ തന്നെ പല രാഷ്ട്രീയ കോണുകളിൽ നിന്നും അദ്ദേഹത്തെ ഒപ്പം ചേർക്കാനുള്ള ചർച്ചകൾ നടന്നിരുന്നു. പക്ഷേ ആ ചർച്ചകൾക്ക് കുറച്ചുകൂടി ചടുലതയോടെ കുറച്ചുകൂടി വേഗം പകർന്ന് മുന്നോട്ട് പോകാൻ കോൺഗ്രസിനായി യുഡിഎഫിനായി എന്നുള്ളതാണ് ഏറെ പ്രധാനം. അതിലവർ വിജയിക്കുകയും ചെയ്തു. സാധാരണഗതിയിൽ ഇത്തരത്തിൽ മറ്റു ചേരിയിൽ നിന്ന് ആളുകളെ ചാക്കിട്ട് പിടിച്ച് കൊണ്ടുവന്നത് വിജയിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് സംസ്ഥാന കോൺഗ്രസിൽ അങ്ങനെ വലിയ മികവൊന്നും ഇതുവരെ പ്രകടമായിരുന്നില്ല. പക്ഷെ പാലക്കാടിന്റെ നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ച് മുന്നോട്ട് വന്ന ഘട്ടം മുതൽ പലതരത്തിലുള്ള വിമർശനങ്ങളും ആരോപണങ്ങളും വിവാദങ്ങളും ഒക്കെ ഉയർന്നു വന്നതാണ്. അതിലൊക്കെ ഒരു പരിധിവരെ കോൺഗ്രസും സ്ഥാനാർത്ഥിയുമൊക്കെ പോറലേറ്റ് നിൽക്കുന്നൊരു സ്ഥിതിവിശേഷവും ഉണ്ടായിരുന്നു. അതിന് ഒരു പരിഹാരം കാണുന്നതിന് ഉതകം തരത്തിലുള്ള നീക്കമായി തന്നെ ഈ നീക്കത്തെ നമുക്ക് കാണുകയും അതുപോലെ തന്നെ സന്ദീപ് വാര്യരുടെ കടന്നുവരവ് നമുക്ക് വിലയിരുത്തുകയും ചെയ്യാം. ഇതിന് വലിയ റോഡ് ഷോയിൽ നൂറുകണക്കിന് പ്രവർത്തകർ പങ്കെടുത്തിരുന്നു. സന്ദീപ് വാര്യർ ഉൾപ്പെടെയുള്ളവർ നയിച്ചാണ് ആ റോഡ് ഷോ കടന്നു വന്നത്. ആ റോഡ് ഷോയ്ക്ക് സമാപിച്ചത് കോട്ട മൈതാനിയിലാണ്. കോട്ട മൈതാനിയിൽ ഇപ്പോൾ പാലക്കാട്ട് യുഡിവൈഎഫ് റോഡ് ഷോയാണ് നമ്മളിപ്പോൾ കണ്ടത്. രാഹുൽ മാങ്കൂട്ടത്തിൽ വോട്ട് തേടാൻ സന്ദീപ് വാര്യരും ഇന്നു മുതൽ ഉണ്ടാകുന്നത് യുഡിഎഫ് ക്യാമ്പിന് വലിയ ഊർജ്ജമാവുകയാണ്. ഇത് പാലക്കാട്ട് എങ്ങനെയാണ് ചർച്ചയാകുന്നത്?